ആക്ച്വലി ഞാൻ നോമ്പിൻ്റെ തലേ ദിവസം രാത്രി ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ റൂമിൽ കുറച്ചുകൂടി ഒരു അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട്. നനച്ചുള്ളി എന്ന് പറയാൻ പറ്റത്തില്ല, നനച്ചുള്ളിക്ക് ഓൾമോസ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാലും നോമ്പിന് തലേ ദിവസം ആയപ്പോൾ ഇത് പിന്നെ ഒന്ന് അലമ്പായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ക്ലീൻ ചെയ്യുന്നത്. നോമ്പിന് ഇൻഷാല്ല നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്, കോണ്ടൻസ്, യൂട്യൂബ് വീഡിയോസ്, ലോങ് വീഡിയോസ് ഒക്കെ വേണ്ടെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ. ജ്വല്ലറിൻ്റെ സെഷൻ ഇപ്പോൾ ഈടായിട്ട് കുറേ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. ഒരു ഓർഗനൈസർ മേടിക്കൽ വളരെയധികം അർജൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല മേടിക്കണം എന്ന് ഞാൻ പറയുള്ളൂ, മേടിക്കാറില്ല ഗൈസ്. എന്തായാലും ഇൻഷാല്ല നമുക്ക് സീരിയസ് ആയിട്ട് മേടിക്കണം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി പെറുക്കി വെച്ച്, വലിയ അലമ്പായിട്ടില്ല, എല്ലാം വെച്ച സ്ഥലത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. മെയിനായിട്ട് എൻ്റെ കയ്യിൽ വള, ഇയറിങ്സ്, പിന്നെ അതുപോലെ ബ്രേസ്ലെറ്റ്സ്, ചെയിൻസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ തന്നെ ആയല്ലോ അല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളുടെ നോമ്പ്? നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫസ്റ്റത്തെ നോമ്പ് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ. അതോ ഇൻഷാല്ല നമുക്ക് നോമ്പിൻ്റെ എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുള്ളതും അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? സുഖമായിട്ട് ഇരിക്കുകയാണോ? ഞാൻ ഇവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ ജ്വല്ലറി എല്ലാം അടുക്കി പെറുക്കി വെക്കൽ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ഡ്രസ്സ് എനിക്ക് മടക്കി വെക്കാനുണ്ട് കേട്ടോ അലമാരയുടെ ഉള്ളിലോട്ട്. അതിന് മുൻപ് എൻ്റെത് ഈ ഒരു ബാഗ് വെച്ച് കൊടുക്കാണ്ട് നമ്മളെ ബാഗിൻ്റെ സെഷനിലോട്ട്. എന്തോ ആവശ്യത്തിന് ഞാൻ പുറത്തോട്ട് എടുത്തതേനു, അതങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുള്ളത്. അതിന് മുൻപ് ഇതേ ബെഡ് അലമ്പായി കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളൊരു ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ബെഡിൽ ഇതേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ചാമ്പൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഒരുപാട് ഐറ്റംസ് എൻ്റെ ബെഡിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് മിഠായി തിന്നതിൻ്റെ കവറുകളുണ്ട്. പിന്നെ ഇതേ എൻ്റെ പില്ലോൻ്റെ നേരെ താഴെ കണ്ടു എൻ്റെ അസൈൻമെൻറ്റ്സ്. ആരെങ്കിലും അവിടെയൊക്കെ കൊണ്ടുപോയി അസൈൻമെൻറ്റ് വെക്കും, എന്നാൽ ഞാൻ വെക്കും. അങ്ങനെ എന്തായാലും നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നല്ലൊരു പുതിയ ബെഡ്ഷീറ്റ് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ പുതിയത് തന്നെ വേണം എന്നൊന്നുമില്ല, എന്നാലും നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് വിരിക്കുകയാണ് ബെഡിലൊന്നായിട്ട്. ഈ ബെഡിന് നമ്മൾ കവർ ഇടല്ലേ കേട്ടോ, നേരെ ബെഡ്ഷീറ്റ് തന്നെ ഇടറാണ്. ഞാൻ റൂം ടൂർ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തൊക്കെയാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് പറയുകൊണ്ട്. അങ്ങനെ നമ്മളിതേ പറഞ്ഞിരുന്നപ്പോഴേക്കും ബെഡ്ഷീറ്റ് റെഡിയാക്കലും ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻഷാല്ലാ റമദാൻ എന്തെങ്കിലും കുക്കിംഗ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, സ്നാക്സൊക്കെ. എന്തായാലും ഞാൻ ഇൻഷാല്ലാ നോക്കട്ടെ. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞ് പില്ലോ കവർ ഇട്ട് പില്ലോ ഇട്ടു. പിന്നെ ഇതേ എൻ്റെ 2 ഡോൾസ് ഉണ്ട്, അത് അവിടെ വെച്ചെടുത്തു. ഇനി ബെഡ് സെറ്റ് ആയപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ മടക്കി വെക്കലാണ്. ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ റീസെൻ്റായിട്ട് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടിക്ക് പോയി വന്ന ഡ്രസ്സ് നേരെ അവിടെ അയച്ചിടാറാണുള്ളത്. അപ്പോൾ ഓരോ സെഷനിലോട്ട് എനിക്ക് മാറ്റി ഒതുക്കി വെക്കണം. അങ്ങനെ ഇതേ മൊത്തത്തിൽ നമ്മൾ ബെഡും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം എനിക്കിനി നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കാൻ. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഫീലിംഗ് മൈസെൽഫ് പ്രെറ്റി. അപ്പോൾ എന്നെ തന്നെ ഞാൻ അങ്ങനെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് ഡെയിലി തറാവിയൊക്കെ നിസ്കരിക്കേണ്ടല്ലോ. അങ്ങനെ എനിക്ക് തറാവിയും ഇഷായും കൂടി നിസ്കരിക്കാനുണ്ടായിരുന്നു. ഫേസൊക്കെ ആകെ അലമ്പായിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് സർക്കിൾസും പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒന്നും ഞാൻ അങ്ങനെ ഒരു സമാധാനത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടില്ല. ഈ ഒരു പ്രയർ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ റംലാൻ ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചതായിരുന്നു. പേജിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ഇതാണ് ഞാൻ നമുക്ക് അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം. കോളേജിൽ 2 ദിവസം മുൻപ് നമുക്ക് ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വുമൻസിൽ കണ്ടക്ട് ചെയ്ത കുഞ്ഞു സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നമ്മളെ കോളേജിൽ തന്നെ ഒരു കുട്ടിയുടെ സ്റ്റോളിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ ഈ ഒരു ഡയറി. ഒരു ക്യൂട്ട് ജേണൽ എന്ന് വേണമെങ്കിൽ പറയാം. 140 രൂപയാണ് എനിക്കിതിനായത്. അവിടെ വേറെയും കുറേ ജേണൽസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് ക്യൂട്ടായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ അത് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഞാൻ നേരെ നിസ്കരിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ നിസ്കാരം മൊത്തം കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ട് പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങനെ ആ സന്തോഷത്തിൽ ഇരിക്കുകയുണ്ട്. പാകതെ വേർത്തിട്ടൊക്കെ ഉണ്ട്. അത് എൻ്റെ ജേണലുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇൻഷാല്ലാ നല്ല അടിപൊളിയായിട്ട് ജേണലിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ ഇതേ എൻ്റെ തസ്ബീഹ് ഉണ്ടോ, നല്ല രസമല്ലേ. അങ്ങനെ നിസ്കരിക്കലും ഓതലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ നീച്ചു പോയി. ഇനി പലിച്ചക്ക് നീക്കുന്ന സമയത്തൊക്കെ വ്ളോഗ് എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോസിബിൾ ആയില്ല, ബിക്കോസ് ഉറക്കപ്പിരാന്തിലാണ് നീച്ചു പോയിണ്ടായിരുന്നത്. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷം, ഒരു സമാധാനമാണല്ലോ. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നിസ്കാരക്കുപ്പായൊക്കെ മാറ്റി കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ സ്റ്റിൽ എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഉറങ്ങി നീച്ചു, തലക്ക് വേദനയായിട്ട്
ഞാൻ അത്താഴത്തിന് നീച്ചപ്പോൾ വ്ളോഗ് എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പിന്നെ ഒരു ഉറക്കപ്പിരാന്തിൽ പോയി നീച്ച് വന്ന് കിടന്നതാണ്. ഞാനിപ്പോൾ മോർണിംഗ് ആയി. കോളേജിൽ പോകാനുണ്ട്. ഉച്ച വരെയാണ് കോളേജ് ഉള്ളത് നോമ്പിൻ്റെ സമയത്ത് 1:40 വരെ. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ 1:40 വിടണം, സാധാ വീടിന് 3:30 വിടണമായിരുന്നു നല്ലത്. അതാകുമ്പോൾ ഈവനിങ് ആയല്ലോ. മറ്റേത് ഈ നട്ടുച്ചക്ക് വിട്ടാൽ നട്ടുച്ച വെയിലത്ത് പോരണ്ടേ. ഇനിവേ നമ്മളെ ഫസ്റ്റ് ദിവസമാണ് റമളാൻ്റെ. നമുക്ക് നോക്കാം. അയൺ ബോക്സാണ് എനിക്ക് ആവശ്യമില്ലാതെ ചൂടാവുന്നുണ്ട്. ഇതിൻ്റെ ഷോളിൻ്റെ ഒരു തലന്ന് രാവിലെ തന്നെ കരിഞ്ഞു പോയി. കുഴപ്പമില്ല. പിന്നെ റമളാനായത് നമുക്ക് മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. മേക്കപ്പ് അല്ലെങ്കിൽ ഇടലില്ല. ഒരു സൺസ്ക്രീൻ, ലിബം മാത്രമാണ്. പിന്നെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലേറ്റ് ആയിക്കണം. ഇപ്പം തന്നെ നേരെ കോളേജിൽ പോവാം. ഓക്കെ, ഐ ഡോണ്ട് നോ ദിസ് വ്ലോഗ് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നില്ല, ബട്ട് സ്റ്റിൽ ചെയ്യാം. അങ്ങനെ ബാഗിലേക്ക് ബുക്കൊക്കെ എടുത്തേക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഇത് നമുക്ക് ഫെയർവെല്ലിന് ജൂനിയേഴ്സ് തന്നിട്ടുള്ള ചോക്ലേറ്റ്സ് തന്നെ ഇതുവരെ എടുത്ത് കഴിച്ചിട്ടില്ല. പിന്നെ കോളേജിൽ നിന്നൊന്നും ഞാൻ അധികം വ്ളോഗ് എടുത്തിട്ടില്ലായിരുന്നു. ഇൻഷാല്ല കോളേജിൽ നിന്നൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് ഞാൻ റമളാൻ്റെ. ഞാനിങ്ങനെ നിഷാനിൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ബ്ലൂ കളർ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ തിരിച്ച് ഉച്ചക്ക് ക്ലാസ് ആയി ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. രാവിലെ കോളേജിൽ പോകുന്നു, പിന്നെ നേരെ കോളേജിൽ നിന്ന് തിരിച്ചെത്തുന്നതാണ്. അതുവരെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ കോളേജിൽ നിന്ന് തിരിച്ചുകൊണ്ട് പോകുന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തുടങ്ങി. ഐ മീൻ ഉച്ചക്ക് ആ വെയിലത്തൊക്കെ ഇങ്ങനെ കോളേജിൻ്റെ ഒരു കയറ്റൊക്കെ കയറി ഇറങ്ങിയല്ല കയറി പോന്നപ്പോഴേക്കും എന്തായാലും കുടയൊക്കെ പിടിച്ച് വെയിലത്തൊക്കെ അങ്ങനെയൊന്നും പോന്നിന്. എന്നാലും ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് മാറ്റി ഫ്രഷ് ആയി വന്ന് നേരെ കിച്ചണിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പൈനാപ്പിൾ കണ്ടിട്ട് ഇവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്, വലിയൊരു ക്യാബേജ്. ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂസയ്ക്കുള്ള മസാലയാണ്. പിന്നെ ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് ഉരുളൻകിഴങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആളങ്ങനെ. എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഉരുളൻകിഴങ്ങ് എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് എനിക്കിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ, നമുക്ക് സമൂസയ്ക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല ഇതുപോലെ 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് ഒപ്പാണ് ഉണ്ടാക്കാറ്. നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി നമ്മൾ നല്ലൊരു അടിപൊളി കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ നല്ല സേഫായിട്ട് സൂക്ഷിച്ച് വെക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ലൈറ്റും ഫാൻ ഒന്നായിട്ടിട്ട്, പിന്നെ ലൈറ്റ് ഇട്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓഫാക്കി ഫാൻ മാത്രം ഇട്ടു. ഞാൻ വലിയൊരു ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മസാലയ്ക്കുള്ളതൊക്കെ അരിഞ്ഞിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോപ്പർ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഉമ്മ. എനിക്ക് അതിനെക്കാട്ടും നല്ല കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് പെട്ടെന്ന് അരിയാൻ ഇഷ്ടം. പക്ഷേ ചോപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ചോപ്പറിൽ ഇടാമല്ലോ. അങ്ങനെ ആദ്യം തന്നെ ഇതിൻ്റെയൊക്കെ തൊലി എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്, ക്യാരറ്റിന് ഇതിൻ്റെയൊക്കെ. അങ്ങനെ ക്യാരറ്റിൻ്റെ തൊലി പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂസിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഉമ്മ അവിടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സമൂസ, പത്തിരി, ചിക്കൻ കറിയൊക്കെ നമ്മളവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ നോമ്പിന്. പിന്നെ അതുപോലെ വത്തക്ക, എന്തെങ്കിലും ഒരു ജ്യൂസ്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ ആവല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളോടെ ഉള്ളത്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്മോൾ പീസസ് ആക്കിയിട്ട്. അതാകുമ്പോൾ ആ ചോപ്പറിന് അതിങ്ങനെ അരിഞ്ഞു വരാൻ പെട്ടെന്ന് സുഖമായിരിക്കും. ഞാൻ എൻ്റെ ഫോൺ ചാർജിലിട്ടിട്ടാണ് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. ചാർജിങ് വയർ തൊട്ടപ്പുറത്ത് കാണുന്നത്. ഓൾസോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഫസ്റ്റത്തെ നോമ്പ്? ഷെയർ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, എൻ്റെ നോമ്പ് അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് വലിയ ക്ഷീണം, അങ്ങനെ കൊയങ്ങി തല ഇറങ്ങി വീയാൻ മാത്രമൊന്നും ഇല്ലേനു. എന്നാലും ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ ഒക്കെ. പിന്നെ ഞാൻ ചോപ്പർ കുറേ കാലത്തിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ചോപ്പർ ഒത്തു പോകുന്നില്ല, എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ അത് റെഡിയാക്കി ഞാൻ. പല ടൈപ്പ് ചോപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിങ്ങനെ ഒരു ചോപ്പറാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ആൻഡ് ഓൾസോ പ്ലീസ് ഇഗ്നോർ മൈ ഫേസ്. കാരണം ഞാൻ എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് ആ ഒരു കോലത്തിൽ തന്നെ നിൽക്കുന്നത്. ഐ മീൻ ഫേസ് ഞാൻ വ്ളോഗിൽ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഫേസ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലായിരുന്നു. മീൻസ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഞാൻ വലിച്ചിരിക്കണമെന്നില്ല, വേറെ ഏതോ ഹാലിൽ നിൽക്കണം. അതാണ് ഞാൻ പ്ലീസ് ഇഗ്നോർ മൈ ഫേസ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് പോയി കഴുകി വന്നിട്ടുണ്ട്. ഓൾസോ കിച്ചണും പണി എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ഞാനവിടെ. അതുകൊണ്ട് ഫുൾ അലമ്പാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ഒന്നല്ല. സോ പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ, ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ. നോമ്പിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് വ്ളോഗ്സ് ആണ് വേണ്ടത്? നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വേണോ, അതും നമ്മൾ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കണോ എന്നതൊക്കെ നിങ്ങൾ പറയണം. അപ്പോൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും എല്ലാം ഇങ്ങനെ ചോപ്പായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇനി അടുത്തത് ഇട്ടെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ ഓരോ വെജിറ്റബിൾസ് ഇങ്ങനെ ഇട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ദേ ഈ ഒരു പാത്രം നിറച്ച് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറി അരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് ആരും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസത്തിന് ഒരുമിച്ചാണ് നമ്മൾ മസാല ഉണ്ടാക്കാറ്. അങ്ങനെ ഞാൻ ദേ കുറേ മസാല ഇത് ഫുള്ള് ചോപ്പറിൽ എടുത്തതാണ് കേട്ടോ. ക്യാബേജ്, ക്യാരറ്റ്, സവോള, ഉരുളൻകിഴങ്ങൊക്കെ. അപ്പോഴേക്കും ഉമ്മ ദേ പത്തിരി റെഡിയാക്കിയിട്ടുണ്ട്. പത്തിരിയും കോഴിക്കറി ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫ് വരട്ടിയതുണ്ടോ, കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കൂടുതലായിട്ടും ഞാനൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ മസാല റെഡിയാക്കി വെച്ചല്ലോ സമൂസേനെ, അങ്ങനെ അതേ മസാല ഇത് 2 പാത്രത്തേക്ക് ഉണ്ട്. ഇതിൽ ചെറിയ പാത്രത്തിൽ മസാലയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു പതർ തന്നെയാണ് നമ്മൾ പറയുക, എനിക്കറിയില്ല. ഇത് നല്ലൊരു ബ്രാൻഡാട്ടോ, നമ്മൾ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ ഈ ഒരു വലിയ പാത്രത്തിലുള്ള മസാലയാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത്. മറ്റേ ചെറിയ പാത്രത്തിലത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്താണ് കേട്ടോ. എന്നാലും അതിൽ ബാക്കി ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ട അത്ര എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ ഞാൻ ദേ മൈദ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്, ഒരു ഗമ്മ് പോലെ അതിൻ്റെ പതർ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ദേ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ നിൽക്കാൻ വയ്യ. അപ്പോഴേക്കും എനിക്ക് തലയൊക്കെ കറങ്ങുക, ഫുഡ് മര്യാദക്ക് കഴിക്കാനിട്ട്. അത്താഴത്തിന് എണീക്കുമ്പോൾ ഉറക്കപ്പിരാന്തായതുകൊണ്ട് എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ടിയല്ല. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കറക്റ്റ് വരല്ല ആ ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ദേ സമൂസ ചുറ്റാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. സമൂസ ചുറ്റാൻ പിന്നെ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഗൈസ്. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ചുറ്റുന്നതൊക്കെ തീരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമൂസ ഇങ്ങനെ ചുറ്റാൻ. അപ്പം ഞാൻ ദേ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഞാനിതേ ഇങ്ങനെ പിടിച്ചൊക്കെയാണ് ചുറ്റുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല, എന്നാലും എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ സമൂസ ചുറ്റാനൊക്കെ. സമൂസ പിന്നെ ഒരു പത്തിരിയും ഓൾമോസ്റ്റ് ഞാൻ പറയില്ല നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും വേണ്ടി വരും. എന്നാലും ഒരുപാട് ന്യൂ ഡിഷസ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇങ്ങനെ കാണിച്ചു തരണം എന്നൊക്കെ എനിക്ക് ഇൻഷാല്ലാ നല്ല ആഗ്രഹമുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെ വർത്താനം, സുഖമായിട്ട് ഇരിക്കുകയാണോ? ഞാൻ അവിടെ നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതേ ഒരു സമൂസ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊരു പണി എടുക്കുമ്പോഴും എനിക്ക് ടൈം ലാപ്സിൽ വെച്ചിട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇതേ ടൈം ലാപ്സിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുറേ നേരത്തെ പണി കുറച്ച് സെക്കൻഡ് ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ ഈ ഒരു ശീലം ഉണ്ട് കേട്ടോ. എന്ത് നമ്മളൊരു റിസ്ക് എടുത്ത വലിയ പണി, റിസ്ക് എന്നല്ല കുറേ നേരം പിടിച്ചൊരു പണി എടുത്തുകൊണ്ട് അത് ടൈം ലാപ്സിൽ കാണുമ്പോൾ എല്ലാ രസമാണല്ലോ. അങ്ങനെ ഞാൻ അടുത്തത് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ടൈം ലാപ്സിൽ വെച്ചു എന്നുള്ളത് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷേ അത്രക്ക് സ്പീഡൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ. എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പറയണം. നിങ്ങളുടെ വീട്ടിലൊരു കൈൻഡ് ഓഫ് നോമ്പുതുറ എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവരും പറയട്ടോ. ഇവിടെയൊക്കെ ഇതേ ഞാൻ എൻ്റെ ഫേസ് ഒന്നും മൈൻഡേ ചെയ്തിട്ടില്ല, ഫുള്ള് പണി എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി അതൊക്കെ പോയി പൊരിച്ചെടുത്ത് വന്നു. പിന്നെ ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ നേരത്തെ നമ്മളിത് ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ടേബിളിൽ ഉണ്ടായിരുന്ന ജഗ്ഗ് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ മെല്ലെ ഓരോ ഐറ്റംസ് ആയിട്ട് അങ്ങനെ ടേബിളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. 2 പ്ലേറ്റിൽ സമൂസ എടുത്തിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ 2 പ്ലേറ്റിലാട്ടോ എടുക്കാറ്. രണ്ട് സൈഡിലേക്ക് വെച്ചെടുക്കുക. പിന്നെ എല്ലായിടത്തും ഞാൻ പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വത്തക്ക ഇതുപോലെ 2 പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീട്ടിൽ ഉമ്മ, ഉപ്പ, ഉമ്മ, ഞാൻ, കാക്ക, ദീദി, അനിയൻ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ദേ ഉമ്മൻ്റെ നല്ല പത്തിരി വന്നിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കി. കട്ട്ലറ്റ് ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അതിനൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ വ്ളോഗിൻ്റെ മെയിൻ പ്രശ്നം അതാണ്, ഒരു ക്ലിപ്പ് കഴിഞ്ഞ അടുത്ത ക്ലിപ്പ് നമ്മളൊരു ബന്ധമില്ലാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിടണമെന്നില്ല എന്നുള്ളത് പറയണം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മാക്സിമം റെഡിയാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഓക്കെ, പറഞ്ഞു വരുന്ന ആ ടൈം കൊണ്ട് ഞാൻ 2 പാത്രത്തിൽ കറി കൊണ്ടുവന്നിട്ടുണ്ട്, ചിക്കൻ കറി. പിന്നെ നമുക്ക് ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നത് പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പം ഞാനിങ്ങനെ പോയിട്ട് എല്ലാ ഗ്ലാസ്സിലോട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈത്തപ്പഴം ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ നോമ്പെറുക്കുക? അപ്പോൾ അതേ കാരക്ക മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഉമ്മ. എനിക്ക് ഈത്തപ്പഴത്തിനേക്കാളും എനിക്ക് കാരക്കയുണ്ടോ ഇഷ്ടം. അങ്ങനെ എല്ലാം കൂടിയായി നമ്മളെ ടേബിൾ ഇതേ മാഷാല്ലാ അൽഹംദുലില്ലാ സെറ്റായിട്ടുണ്ട്. വത്തക്കയും സമൂസയും കട്ട്ലറ്റും പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഫ്രൂട്ട്സായിട്ട് വത്തക്ക ഒഴിച്ച് വേറെ പിന്നെ നമുക്ക് ആപ്പിളും മാംഗോ അതിനുണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാം കഴിച്ചു. ആൻഡ് വേറൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോമ്പിന് ഇൻഷാല്ലാ പൊരിക്കടി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ഫ്രൂട്ട്സും പിന്നെ പത്തിരിയും ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ് സമൂസ ഒന്നുപോലും ഞാൻ അടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് ഹെൽത്തി ആക്കി മാറ്റണം എന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന ടൈമിലൊന്നും ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ക്യാമറ ഷൈ ആണ്. രണ്ടാമത് നമ്മൾ ആ ടൈമിലിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ ക്യാമറ ഒന്നും എടുത്ത് ഫോണൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ച് കഴിയാനായപ്പോഴാണ് ഞാനിത് ക്യാമറ ഓൺ ആക്കുന്നത് കേട്ടോ. ഞാൻ പത്തിരിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇത് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുകയാണ്. ലൈറ്റായിട്ട് ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ അതുപോലെയൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വയറിന് അങ്ങനെ ഭയങ്കര ഫീലില്ല, ഭയങ്കര കാലിയായിട്ടുള്ളൊരു ഫീൽ തന്നെയാണ്. മറ്റേത് ഫുഡ് കഴിച്ച് നമ്മൾ ആകെ അങ്ങനെ ഒരു ദമ്മായിട്ട് കിടക്കുമല്ലോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല, നോമ്പ് പറഞ്ഞ ക്ഷീണമൊന്നുമില്ലായിരുന്നു കേട്ടോ.
അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ദേ അവിടെ ചന്ദ്രനെ കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ ഭംഗി എനിക്ക് തോന്നുന്നു ഫോണിൽ കാണുന്നില്ല. പിന്നെ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ. അങ്ങനെ നോമ്പൊക്കെ പിറന്ന് അൽഹംദുലില്ലാ റാത്തായി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഐ ഡോണ്ട് നോ ഞാൻ എങ്ങനെയൊക്കെ എത്രത്തോളം ക്ലിപ്സ് എടുത്തു. ഫുഡ് കഴിക്കാൻ സമയത്ത് ഞാൻ ക്ലിപ്സ് എടുത്തിട്ടില്ല. കാരണം ഇറ്റ്സ് നോട്ട് അൺകംഫർട്ടബിൾ. ലൈക്ക് അൺകംഫർട്ടബിൾ എന്നല്ല, ഞാൻ ബാങ്ക് കൊടുത്തപ്പോൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ വേറെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഫുഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് വരാം. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ നിസ്കരിച്ചു, ഓതി. പിന്നെ അതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ നോമ്പ് തുറന്ന സമയത്ത് തന്നെ കഴിക്കുന്നത് കൊണ്ട് പിന്നെ നേരെ ഒന്ന് നിസ്കാരം ഓതും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിടക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് റമളാൻ്റെ ടൈമിലുള്ള ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വേണോ വേണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.